ഇന്നുമേ ചിന്തിക്കേ ഇന്നു സാധിക്കും അസംശയം എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു മോദിച്ചു ചെന്നു കുചേലനും മാധവ മന്ദിരേ മാധവ മന്ദിരം സ്വർണ്ണമയം മനോബോധമാനന്ദേന കണ്ടുകണ്ടങ്ങനെ ചെന്നു കടന്നിതു ഗോപ്തൻ പിന്നെയും ഉന്നതവാരണപ്പന്തി പത്തിഗ്രഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളും നല്ല മണികൾ ഗ്രഹങ്ങൾ പല കണ്ടു ചെന്നു കുചേലൻ ഒരു ഗ്രഹം ബുക്കിതു മന്ദിരമങ്ങതു രുക്മിണി തന്നൂരേ അപ്പോൾ മുകുന്ദനും വിപ്രവരിയൻ തന്നെ പ്രേമമോട് കണ്ട് ഏറ്റവും സസംഭ്രമം ചെന്നു യസകൻ തന്നെയും ആഗമാന്താർത്തൻ വേഗേന ചെന്നു ആഗമാന്താർത്തൻ പുണർന്നു വഴി പോലെ പ്രിയസകൻ തന്നെയും ആഗമാന്താർത്തൻ പുണർന്നു വഴി പോലെ പാണിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനും പ്രാണ പ്രിയസക സങ്കേന പാണീപതി ബാഷ്പബിന്ദു ദർശിച്ച് നിന്നിത് അപ്പോൾ വിപ്രവര്യനും മാധവ സങ്കേന ശുദ്ധനായി മോദിച്ചു നിന്നിത് ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകി ആ തീർത്ഥം ശിരസിംഗൽ സർവപാപാമകനായ ജനാർദ്ദനൻ നിർവാണതം ധരിച്ചിടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ. പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ച് അൻപോട് ചാരുതരമായ തന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായിരുത്തി തന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാക്കും. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്നേരമത്ര വൈദർഭി മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടി ഇവൻ അതിനിസ്ത്രവൻ എത്രയും മാറിന്യശാലി കറുത്തവൻ അംഗം മെലിഞ്ഞു മലിനാംബരം ഇവൻ തന്നിൽ അഖിലേശനോ ലഘുവാത്സല്യം ഇന്നോ വരുവതിന് എന്തൊരു കാരണം നന്നു 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 എത്രയും ഓർത്താൽ വിചിത്രമാം ഓർത്താൽ അഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തി വിനാശനം തന്നുടെ കാരുണ്യം പേത്തും ഇവങ്ങൾ വസിക്കുന്നത് മൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ ഇത്തരം നാരിക മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ട് നല്ലാരിടാനും കുശലം വിചാരിച്ചു നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു എത്രയും ബുദ്ധിമാൻ ഉത്തമ പൂസുരസത്തമനാം മേ സഖാവാം ഭവാനിക ഇഷ്ടാനുരൂപയായിടുന്ന പത്നിയെ ഇഷ്ടികാര്യാർത്ഥമായി വേട്ടിതോ ചൊല്ലിടോ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തു വാഴുന്നിതോ നിഷ്കൽമഷനാം സഖേ തവ മാനസേ ഭാര്യ സുത ധന സംസാരം എന്നതിൽ കാര്യമോഹം ഭവാനില്ല എന്നു മുന്നമേ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുന്നിതു എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്ന് ലോകോപകാരമായി ചെയ്യുകയും വേണമേ ബ്രഹ്മചര്യം പൂണ്ട് നാം ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോട് തുല്യം വസിച്ച നാൾ തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നിതോ സൽഗുരു പണ്ഡിതൻ വാക്കിനാൽ നാം ചെന്ന് സത്വരം കാടകമ്പുക്കു വിറകിനായി അപ്പോ നിശീലിനി കാലവും വർഷവും കൽപ്പോട് വന്നു വനാന്തരെ പെട്ടുനാം വന്നു നിശീലിനി കാറ്റും മഴയുമായി നിന്നും കുളിരും പുറത്ത് വലഞ്ഞേറ്റും പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു ഭിന്നമായി ധൈര്യവും വിട്ട് ഉറങ്ങിയിടാതെ അപ്പോൾ വനജനജാതികളാൽ നമുക്കുൽപ്പന്നമായ ഭയത്തെ മറന്നിതോ പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തി പിടിച്ചു ഉണർന്നതോർത്തു കാർക്ക് അന്ന് ഗുരുവരു ചെയ്തു നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാനാ ഗുണ കീർത്തി വിദ്യ
സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും ഇത്തരം മോനേന സൽഗുരു നമ്മോടും എത്രയും ഏറ്റവും ആശിസ് നൽകിയില്ലയോ. ഇന്ന് ഓരോന്ന് നാം അന്ന് കളിച്ചത് നന്നായി മറന്നിടോ തോന്നുന്നിതോ സഖേ. സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ, സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ, സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നു കൂടും ദൃഢ. ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമഭൂസുരൻ മെല്ലവേ ചൊല്ലിന. നാനാ നിഗമ സകല കലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ. നാനാ ചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ. സാന്ദീപനീരഹേ വിദ്യ പഠിപ്പതിന് ഒന്നിച്ചു വന്നതും അത്ഭുതമെത്രയും. ഇതം കുചേലൻ ജഗൽപതി തന്നോടും ഉത്തരം ചൊന്നത് കേട്ട് മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോട് ഇതം ചൊല്ലിന. നിശ്ചല സൽഗുണവാരിതേ, നീരെ പോരുന്ന നേരം നമുക്ക് നൽകിയിടുവാൻ ചാരുവാൻ പ്രാപ്തം കൊണ്ടിങ്ങു പോന്നീതോ. ആയത് നൽകുക നീനി ഇപ്പോഴേ, ആയത് മൂലം ഏറ്റവും ഗുണമായി വരും. മൽഭക്തരായവർ നൽകുന്ന ഒക്കെയും അപ്പോഴേ ഞാൻ രുചിച്ചിടും അറിയണം. മൽഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ രുചിച്ചിടും അറിയണം. നല്ല ഫലം, ജലം, നല്ല കുസുമങ്ങൾ, നല്ല സൽഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണം ഇഷ്ടമായി വരും. പിന്നീടോ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരം നൽകിലും മോദിക്കയില്ല ഞാനും. ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരം നൽകിലും മോദിക്കയില്ല ഞാൻ. ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രന്തത ഉത്തമനാകും മുകുന്ദന് തന്നുടെ കക്ഷയെ ഒളിച്ചു വെച്ചിടും പുതുകത്തെ ക്ഷണം നാണിച്ച് നൽകാതിരുന്നിൽ. അപ്പോൾ മുകുന്ദനും മാനസെ ചിന്തിച്ചു, ഹരേ കൃഷ്ണ